ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് അടിപൊളി ഒരു കിളിമീൻ കറി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചട്ടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഫ്രണ്ട്സ്, നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഉലുവ ഇടാം അല്ലേ? ഉലുവായും കൂടെ മൂക്കട്ടെ അല്ലേ? അപ്പോൾ ഉലുവായും കടുകും എല്ലാം റെഡിയായി. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടാം അല്ലേ? വലിയ കരിയാപ്പല ആയത് കാരണം ഇലയ്ക്ക് മുഴുപ്പായി കാരണം തീരില്ല. അല്ല, അതിനകത്ത് വില ചുമ്മാ അങ്ങ് കിടക്കും പറ. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒരുപാട് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ട് എളുപ്പം ഒന്ന് ഇളക്കിയിട്ടില്ലേ വെള്ളം ഒഴിക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു പോയിട്ട് ഇനി ഇപ്പം ഇതിനകത്ത് നല്ലപോലെ തിളച്ചാൽ മതി അരപ്പം. മുളക് പൊടിയുടെ കൂടി ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടു. അതിനകത്ത് എന്ന് ചോദിച്ചാൽ ഇച്ചിരി ചാറ് വേണ്ടിയതും കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. തിളക്കട്ടെ നല്ലപോലെ. ഇത് നല്ലപോലെ ഇച്ചിരി തിളച്ച് കഴിയുമ്പോഴേ അന്നേരം ഇച്ചിരി അരപ്പ് ഇച്ചിരി കൂടെ ഒന്ന് കുറുകി നോക്കും. അപ്പം നമുക്ക് അഥവാ ഇച്ചിരി ചാറും കൂടെ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അങ്ങ് തിളപ്പിച്ചാൽ മതി. പുളിയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് പുളിയെല്ലാം അങ്ങ് പിടിക്കട്ടല്ലേ? തിളക്കട്ടെ. അപ്പം നമ്മുടെ ആ മീൻകറിയുടെ ആ ചാറും അരപ്പും എല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടല്ലേ? അതെ, അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ പറക്കിയിടാം. ഇനി അതവിടെ ഇരുന്ന് അരമണിക്കൂർ വേകണം. മൂടി വെക്കാം. ഫ്രണ്ട്സ്, നമുക്ക് എന്തായെന്നൊന്ന് തുറന്ന് നോക്കാം. തുറന്നു, ഐശ്വര്യമായിട്ട് തുറന്നു. വാവ്, വെന്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ സാമ്പാറിനുള്ള അരപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുക അല്ലേ? ഫ്രണ്ട്സ്, ഇത് കുറച്ചുകൂടെ വേകാനുണ്ട്. ഏകദേശം അരമണിക്കൂറായി കേട്ടോ നമ്മുടെ മീൻകറി. നമുക്ക് തുറന്നു നോക്കാം അല്ലേ? അതെ, തുറന്നോ. പറ്റിയില്ലേ? അതെ, നല്ല അടിപൊളി കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.